ഈശോ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് കർത്താവിലുള്ള ആശ്രയബോധം വിശ്വാസത്തോടെ നിലനിർത്തുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ പലപ്പോഴും നമുക്ക് വിശ്വാസമുള്ളവർക്ക് പോലും എന്താണ് വലിയ ദുർബലത, അതായത് വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളിൽ വലിയൊരു ദുർബലത അനുഭവിക്കാനായിട്ടിടയാണ്. അത് എന്താന്ന് വെച്ചാൽ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് എന്തുണ്ടാവും? വിശ്വാസ പരീക്ഷണങ്ങളുണ്ട്. വിശ്വാസ പരീക്ഷണങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ജോലിയില് നമുക്ക് ജോലി കിട്ടി, അതിന്റെ പ്രൊമോഷൻ വേണമെങ്കിൽ എന്തുണ്ട്? ഓരോ ടെസ്റ്റുകളുണ്ട് അല്ലേ? ഏത് ജോലിയാണെങ്കിലും ആ വർക്ക് ചെയ്യുന്ന ആളുടെ കാലിബർ അനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനോടുള്ള ഒരു വിശ്വസ്തതയും സ്നേഹവും ആത്മാർത്ഥതയും വർദ്ധിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരു വലിയൊരു പ്രമോഷൻ എപ്പോഴും അനുവദിക്കും, കാരണം അവന് യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, ആത്മീയ ജീവിതത്തിൽ ഇതേ അവസ്ഥയിലാണിത്. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്, പക്ഷെ സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ വിളിക്കുമ്പോ തന്നെ വിളിപ്പുറത്ത് വരണ ഒരു ദൈവത്തെ കുറിച്ച് ആണ് എല്ലാവർക്കും ഒരു ചിന്ത കൊടുക്കുന്നതും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സത്യമാണ്. പക്ഷെ വിളിപ്പുറത്ത് വരിക എന്ന് മാത്രമല്ലല്ലോ, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ജീവിതത്തില് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് അല്ലെ? വിശ്വാസത്തില് പെട്ടെന്ന് നമുക്കൊരു വിശ്വാസം വളർച്ചയ്ക്കൊരു അനുഭവം ഉണ്ടായി, വലിയൊരു അത്ഭുതമോ അടയാളമോ എന്തെങ്കിലും ഒക്കെ ഒരു ജീവിത സാക്ഷ്യമോ ഒക്കെ നമുക്ക് ഉണ്ടായി. പക്ഷെ അത് എന്നും ഉണ്ടാകണമെന്നില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് ദുർബലപ്പെടാൻ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ലോകം നമുക്ക് വെച്ച് നീട്ടും. അപ്പോ നമുക്ക് അതിലൊരു ഒത്തിരി കൃപയുള്ള ജീവിതങ്ങൾ, ഇപ്പൊ സന്യസ്തരായാലും വൈദികരായാലും ആത്മീയ ശുശ്രൂഷകരായാലും സാധാരണ വ്യക്തികളെല്ലാവർക്കും ഈ ഒരു വെല്ലുവിളികളുണ്ട്. ഇപ്പോ വിശുദ്ധരുടെ ജീവിതത്തിലും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിത ചരിത്രങ്ങളില് അവരെഴുതി വെച്ചിരിക്കുന്ന ഓരോ താളുകളും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുടെ നടുവിലാണ് ദിവസവും ജീവിച്ചത്. ഒരു ക്ഷയരോഗിയായിരുന്നു, എന്നാലും ദൈവം ഉപയോഗിച്ച ഒരു വലിയൊരു വ്യക്തിത്വമായിരുന്നു. കാരണം ഓരോ വേദനകളും അനേകം മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉള്ള ഒരു അനുഗ്രഹമാക്കി മാറ്റിയപ്പോഴാണ് വിശുദ്ധയ്ക്ക് ഞൊടിയിടയില് അത് അനുഭവമാകാനും, അല്ലെങ്കിൽ ഈശോയെ വിളിക്കുമ്പോൾ തന്നെ അത് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മള് ഇന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷെ നമുക്ക് ഒരു സാന്നിധ്യം വ്യക്തിപരമായിട്ട് അങ്ങനെ ടച്ച് ചെയ്ത് അനുഭവിക്കാനുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഈ നമ്മളെപ്പോലെ പച്ചയായ ജീവിതങ്ങൾ തന്നെ ആയിരുന്നു വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിച്ചത്. പക്ഷെ അവർക്ക് ലൈവായിട്ട് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവര് നമ്മളുടെ ലെവലിൽ അവരുടെ ലെവല് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് എത്തി. അതുകൊണ്ടാണ് അവർക്ക് വരുന്ന സങ്കടങ്ങളും വേദനകളൊക്കെ ഇന്നലെ ഞാനൊരു കാര്യം ഇങ്ങനെ ഓർത്തിങ്ങനെ ചിന്തിച്ചപ്പോ ഈശോ പറഞ്ഞു, നിനക്കത് ഞാനത് തരില്ല എന്നാ പറഞ്ഞത്. എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, എന്ത് പരിപാടിയാണ് ഈ ഈശോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചത്. അപ്പൊ ഈശോ പറഞ്ഞു, നിനക്ക് അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചാല് മനുഷ്യരിൽ നിന്നുള്ള ഒരു സ്നേഹം നിനക്ക് ഒരിക്കലും ഞാൻ തരില്ല എന്നാ പറഞ്ഞു. ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? മനുഷ്യരിൽ നിന്നും ഞാൻ നിന്നെ ഒരു സ്നേഹത്തിലേക്കും നിന്നെ കൊണ്ടുപോകില്ല, അതുകൊണ്ട് നീ കാത്തിരിക്കണ്ട, ആഗ്രഹിക്കണ്ട എന്ന് പറയണത്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ഭയങ്കര, അതായത് നമ്മള് വിശുദ്ധരായിട്ടൊന്നുമല്ല ജീവിക്കുന്നത്, പച്ചയായ മനുഷ്യരാണ്. പക്ഷെ ചിലപ്പോ നമ്മൾ ഒരുപാട് നമ്മളെ സഹായിച്ചവര് നമ്മളെ മനഃപൂർവ്വം അവഗണിക്കുമ്പോ അതെന്തുകൊണ്ടാണെന്ന് നമ്മള് ചോദിക്കും അല്ലെ? ദൈവത്തോട് നമ്മൾ ചോദിക്കില്ലേ?
നാച്ചുറൽ അല്ലേ, ന്യായമല്ലേ, നമ്മള് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ. നമ്മളെ അതെ അതെ സഹായിച്ചിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മളുടെ മുമ്പിൽ ആ ഒരു നന്ദിയോട് ജീവിക്കേണ്ടവരുമാണ്. പക്ഷെ നമ്മളെ അത് ആ ഒരു അർഹത അല്ലെങ്കിൽ ആ ഒരു അവകാശം നിഷേധിക്കുന്ന എന്താണെന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പക്ഷെ ദൈവം പറയാണ്, നിനക്ക് തരാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഉൾക്കൊണ്ടേ പറ്റൂ. അത് നമുക്ക് അത് ദൈവം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുക. ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവുമല്ലോ, അല്ലെ? അതെ മനുഷ്യർക്ക് ഒരു വലിയൊരു വേദനയാണത്. സ്നേഹം തണുത്തുറഞ്ഞു പോകുമ്പോ മനുഷ്യരെ അതിജീവിക്കാനായിട്ട് ഭയങ്കര പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയല്ലേ. നമുക്ക് കയ്യിലിരിക്കുന്ന സമ്പത്തും അറിവും കഴിവും ശക്തിയും ജോലി മേഖലയും എല്ലാ മേഖലകളിലും നമ്മൾ എത്ര പ്രബലന്മാരായാലും ഈ ഒരു സ്നേഹത്തിന്റെ കാര്യത്തില്, പ്യുവർ ലവ് എന്ന സത്യത്തിന്റെ കാര്യത്തില് നമ്മൾ വളരെ ദാരിദ്ര്യം പിടിച്ചവരാണ്, അല്ലെ? അതെ 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 അത് നമുക്ക് എന്തെല്ലാം വെച്ച് നീട്ടിയാലും നമുക്ക് ഇതിനെ നികത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? പ്യുവർ ലവ് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. വരുള്ളൂ. അതെ അതെ അവിടുന്ന് മാത്രമേ ആ പരിശുദ്ധമായ, അതായത് വഞ്ചനയില്ലാത്ത, കപടതയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത, പിന്നെ എന്താ വിശ്വസ്തമായ, ഏറ്റവും നിർമ്മലമായ സ്നേഹം ദൈവത്തിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ എന്താണ് ഈ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കണം. ഈ കൂടാരത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇപ്പൊ നമുക്ക് അറിയാലോ, ലവ് ജിഹാദിലെ പെൺപിള്ളേര് പിന്നീട് അവര് പർദ്ദ ഇടാതെ അവര് പുറത്തിറങ്ങില്ല. അവരുടെ കൾച്ചർ സംസ്കാരമൊക്കെ അവരുടെ ആ കാലഘട്ടത്തിൽ കൂടി മുഴുവനും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പഴയ ആളെ അല്ല, പഴയ ആള് ഉരിഞ്ഞു മാറ്റി പുതിയൊരാളായി മാറും, അല്ലെ? അവരാ കൂടാരത്തില് നിലയുറപ്പിച്ചത് കൊണ്ടാ, അല്ലെ? പിന്നെ അവർക്ക് പിന്നെ പഴയ സ്വഭാവമല്ല, സംസ്കാരമല്ല, പ്രവൃത്തിയല്ല, എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ്? അവരാ കൂടാരത്തില് ആയിപ്പോയി. ആയിപ്പോയതല്ല, അവര് അതിനുവേണ്ടി പോയതാണ്. അവരതിനു വേണ്ടി പോയി. അപ്പൊ പിന്നെ അതില് നിന്നേ മതിയാകൂ, അല്ലെ? അത് പഠിച്ചേ മതിയാകൂ. പിന്നെയാണ് മനസ്സിലാക്കുന്നത് സംരക്ഷണത്തിന്, അവരുടെ ജീവന്റെ സംരക്ഷണത്തിന് അതേ മതിയാവൂ. പിന്നീട് അവർക്ക് അത് പറ്റുള്ളൂ, വേറൊരു മാർഗം ഇല്ല, അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്രഷ്ടാവായ ദൈവത്തിന്റെ കൂടാരത്തിൽ കയറാൻ മനുഷ്യർ ഇത്രമാത്രം പേടിക്കുന്നത്, അല്ലെ? ഈ ഈ ലോകത്തിലെ അനേകം കൂടാരങ്ങളിൽ നിന്നും രക്ഷയില്ലാന്ന് മനസ്സിലായിട്ടും ദൈവത്തിന്റെ കൂടാരത്തിലേക്ക് കയറാനായിട്ട് മനുഷ്യര് പേടിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ സ്വാതന്ത്ര്യം ദൈവം എടുത്തു കളയുമെന്ന് ഓർത്തിട്ടാണോ? മനുഷ്യന്റെ ആഗ്രഹം ദൈവം വെട്ടിക്കുറക്കുമെന്ന് ഓർത്തിട്ടാണോ? ഇതൊന്നുമല്ല. മനുഷ്യന്റെ ബുദ്ധി അവനിൽ ഒന്ന് എന്താണ്, ആ ബുദ്ധിയാണ് അവന്റെ ചിന്തകളെ ഓടിക്കുന്നത്, അല്ലെ? അപ്പോ ഇപ്പൊ ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൾച്ചറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ബുദ്ധി അവരുടെ കയ്യില, അല്ലെ? അവരുടെ കയ്യില. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെയാ, നമ്മുടെ കയ്യിലാണ് സ്വാതന്ത്ര്യം, നമ്മളുടെ തീരുമാനിക്കുന്നതാണ് തീരുമാനം. അപ്പൊ ഈ സമയത്ത് നമ്മൾ അത് വ്യക്തമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാല് എന്താണ്, അത് നമുക്ക് സംരക്ഷണമാണ്, അല്ലെ? നമ്മളൊരു സ്വാതന്ത്ര്യമുള്ള ഒരു സമയമുണ്ട്, അല്ലെ? അതിപ്പോ ഈ ലവ് ജിഹാദ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിലും നമുക്ക് അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒന്നും അറിയാണ്ട് ജീവിക്കുന്ന ആൾക്കാര്, അല്ലെ? അപ്പോ മരണം വരെ നമുക്ക് പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചേക്കണത്. അതെ, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് നമ്മളുടെ ഒരു അവകാശമാണ്. പക്ഷെ അത് ദൈവം നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുകയൊന്നുമില്ല. അത് സ്വാതന്ത്ര്യത്തോടുകൂടെ, സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ തന്നെ അതിലേക്ക് പ്രവേശിക്കുക. അതാണ് നമ്മുടെ സംരക്ഷണത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹം. അപ്പോൾ ആരെയും പിടിച്ചു വലിച്ചഴച്ച് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, അവന്റെ ഇഷ്ടമാണ് വരണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ഈ സ്വാതന്ത്ര്യം എവിടം വരെ ഉണ്ടാവും? മരണത്തിന്റെ അവസാന നിമിഷം വരെ ഉണ്ടാവും, അല്ലെ? അത് കഴിഞ്ഞാലാണ് പിന്നെ ഉള്ള ജീവിതം. ശരിക്കും പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ
എല്ലാം ക്ലിയർ ആയിരുന്ന. പക്ഷെ അവിടെ വെച്ചാണ് പിന്നെ ഉള്ള ഒരു ലൈഫ്, യഥാർത്ഥ ലൈഫിനെ കുറിച്ചുള്ള വ്യക്തത കിട്ടുന്നത്. പിന്നെ നമുക്ക് എന്താണ്, വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിട്ട മീനെ പോലെയാണ്. ജീവനുണ്ടെന്ന് ചാവില്ല, അല്ലെ? എന്ന അതെ അതെ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംരക്ഷണം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഓരോരുത്തരും ഭാഗ്യവാന്മാരാ. കാരണം ഇത് നമ്മൾക്ക് ദൈവം അനുവദിച്ച് അവകാശപ്പെടുത്തിയതാണ്. പക്ഷെ നമ്മൾ ഈ അവകാശത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവനവന്റെ ഒരു അധ്വാനം അതിലുണ്ട്, അവനവന്റെ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, ആത്മാർത്ഥതയുണ്ട്. ഇതിലേക്ക് ഒരു വ്യക്തി കടന്നു വരാൻ ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. പക്ഷെ അതിനെ അവഗണിച്ച് അതിനെ വില കുറഞ്ഞ ചിന്തയോടുകൂടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംരക്ഷണം നമ്മളായിട്ട് തന്നെ നശിപ്പിക്കാതിരിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ദൈവം നമുക്ക് നമ്മുടെ ശരീരത്തില് ഒരു തുള്ളി രക്തം പോലും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഒരു തുള്ളി ശ്വാസം പോലും നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ആന്തരിക അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കഴിവില്ല. നമ്മുടെ അടുത്ത ദിവസം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കഴിവില്ല. അടുത്ത സമയങ്ങളിൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകണോ എന്നുള്ള തിരിച്ചറിവോടുകൂടെയുള്ളൊരു ബുദ്ധിയും ബോധവും നമുക്കില്ല. പക്ഷെ ഇതെല്ലാം ഉള്ള ദൈവത്തിന്റെ മുമ്പിലാണ് ഇത്ര അഹങ്കാരത്തോടുകൂടെ ഈ മനുഷ്യകുലം ജീവിച്ചു പോകുന്നത് എന്നുള്ളൊരു സത്യം ദൈവത്തിന് നന്നായിട്ട് അറിഞ്ഞിട്ടും ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ മഹാ അത്ഭുതം, അല്ലെ? അപ്പൊ ദൈവത്തെ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്തിട്ടും ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എത്രത്തോളം നമ്മളോടുള്ള സ്നേഹവും അതിനേക്കാൾ ദൈവത്തിന്റെ ഹൃദയം നമ്മളെ ഓർത്ത് വേദനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാം. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. മേരി പോൾ വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടത്തെ നാമം പരിശുദ്ധമാണ്. അവിടത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തന്റെ എന്ത് അനുസ്മരിച്ചുകൊണ്ടാണ് അവിടുന്ന് നമ്മൾക്ക് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരുണ്യം ഓർത്തുകൊണ്ടാണ്. അതായത് ദൈവത്തിന്റെ കരുണയെ പ്രതി, ദൈവത്തിന്റെ അതിരറ്റ സ്നേഹം. ഡിസ്റ്റർബൻസ് സൗണ്ട് വരുന്ന നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും കരുണ കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് നമ്മളോട് കരുണ കാണിക്കുന്നത്. നമ്മളിപ്പോ സാധാരണ ലൈഫ്, നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കള് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കരുണയുടെ ഒരു അംശം നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ എത്ര വേദനിപ്പിച്ചാലും നമ്മൾ പിന്നെയും അത് കണക്കാക്കാതെ നമ്മൾ അവർക്ക് ആവശ്യമുള്ളതും കുടുംബത്തിന് വേണ്ടതുമായ പല പല കാര്യങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വേണമെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാം, വേണമെങ്കിലും നമുക്ക് അല്ലെ, അങ്ങനെ ഒരുപാട് മനുഷ്യര് ഇറങ്ങി പോകുന്നുണ്ട്, വെറുത്തുപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാരണം എന്താണെന്നറിയോ? ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഇരുന്നു കഴിഞ്ഞാല് പലതും അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തെ ഒന്നി മാറ്റി ലോകത്തെ ഹൃദയത്തിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും?
പിന്നെ മടുപ്പ് തോന്നും ജീവിതം, അല്ലേ? അതെ 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 ജീവിതം ഭയങ്കര മടുപ്പ് തോന്നും. ഈ ഉള്ളിലിരിക്കുന്നവൻ പറയും, അയ്യോ ഇത് മതിയായി, നീ ഇത് മതിയാക്ക്, നീ ഉപേക്ഷിക്ക്, നിനക്ക് ഇനി പറ്റില്ല ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ദൈവമാണ് ഉള്ളിലിരിക്കുന്നതെങ്കിൽ പറയും, മോളെ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലിയെ നിന്നിൽ കൂടി ദൈവം കരുതി വെച്ചൊരു പദ്ധതിയുടെ ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ്, ഒരു സമ്മാനമാണ് എന്ന് ദൈവം പറയും. അപ്പൊ നമ്മള് ദൈവം ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് സർവശക്തി ഉപയോഗിച്ച് നമ്മൾ അതിനെ പിന്തുടരും, അല്ലെ? ദൈവം പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം തിരിയും. കാരണം എന്താ, എന്നിൽ കൂടി ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ ജീവിതത്തെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ വീണ്ടെടുക്കാൻ ദൈവം കരുതിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം എന്നെ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ച്. ചില ജീവിതങ്ങള് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിതങ്ങളായിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിലൊന്നും ഈ ജനറേഷനിലൊന്നും അങ്ങനെയുള്ള ഒരു ഫാമിലി ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കേസുകൾ കൂടി വരുന്ന കാലഘട്ടം. കാരണം ഭയങ്കര ആഡംബരത്തിൽ ജീവിച്ചു, വളരെ ആഡംബരപൂർവ്വം ഒരു വിവാഹ ജീവിതത്തിലേക്ക് വന്നു. പക്ഷെ അതുപോലെ ആഡംബരത്തോട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഉടുപ്പ്, രാവിലെ ഉടുത്ത ഉടുപ്പ് ഉച്ചയ്ക്കോ വൈകുന്നേരവും മാറുന്ന പോലെ, ഉടുപ്പ് മാറുന്ന പോലെയാണ് ജീവിത മേഖലയെ അഴിച്ചു മാറ്റി വിട പറയുന്നത്. അത്രയോ സിമ്പിളായിട്ടാണ് ഈ ലോകത്തില് ജീവിക്കുന്ന, അല്ലെങ്കിൽ ലൗകിക സ്വഭാവത്തില് അടിമപ്പെട്ട, അല്ലെങ്കിൽ ലോകം പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്ത് പറയും, നീ എന്തിനാണ് സൈക്കിൾ നിട്ടേച്ച് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അപ്പോ കാരണം ഈ ലോകം കൊടുക്കുന്ന പല പല ചിന്തകൾ ഒരാളെ നന്നാക്കാനായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒറ്റക്ക് കഴിയില്ല. ഒറ്റക്ക് ഒരിക്കലും നമുക്ക് കഴിയില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് പലരും സഹിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് സഹിക്കുന്ന എല്ലാ സഹനവും ദൈവിക കൃപയോടുകൂടെ അല്ല. അതുകൊണ്ടാണ് ചിലവർ സഹിക്കുന്നതെന്ന് വെച്ചാല് ഭയങ്കര എന്താണ് അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ് ഒരു വീഡിയോ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരെ അവര് പറഞ്ഞത് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യണം. അപ്പൊ അതില് ഞാൻ കമന്റ് എടുത്ത് നോക്കിയപ്പോഴേക്കും ഈ ഇഗ്നോർ ചെയ്യാനായിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഏറ്റവും സ്നേഹിക്കുന്നവര് ചിലപ്പോ അപ്പനോ അമ്മയോ മക്കളോ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഇഗ്നോർ ചെയ്യുന്നത്? പറയാനൊക്കെ ഒരു ഉപദേശം കൊടുക്കുകയാണ്, ലോകത്തിന്റെ ഉപദേശം. നമ്മളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങൾ അങ്ങോട്ട് മറ്റൊന്നും ചെയ്യേണ്ടത്, നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. അത് ഇന്ന ആളാണെന്നല്ല, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരെ അങ്ങോട്ട് ഉപേക്ഷിച്ച്. അവര് നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നത്, പക്ഷെ അതില് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഉപേക്ഷിക്കാൻ പറയാൻ എളുപ്പമാണ്, അല്ലേ? എളുപ്പമാണ്, പക്ഷെ എന്താണ് അതിൽ കൂടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ദൈവ വിചാരം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യും, പെട്ടെന്ന് നമ്മൾ അതിനെ ഉപേക്ഷിക്കാനും ലോകം പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് ഉപദേശകരുണ്ട്, ലോകത്തിന്റെ ഉപദേശകർ ഇഷ്ടംമാരുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും പിന്നെ ആത്മീയ ജീവിതത്തിലും ഉണ്ട് ഉപേക്ഷിക്കാൻ പറയാനായിട്ട്. ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തോട് ചോദിക്കണം. ഒരു ദൈവത്തോട് ഞാൻ എന്താ ഉപേക്ഷിക്കേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്റെ ജീവിതം തന്ന ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അടയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവിക കൃപ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആ മേഖലയെ കുറിച്ച് ഒരു വ്യക്തതയോടുകൂടെ തിരിച്ചറിയുവാനോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ടും കാര്യങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതാണ് ഈ കാലഘട്ടത്തില് വെച്ച് നീട്ടുന്ന ഒരു പ്രത്യേകത. അതായത് പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും സഹിച്ച് അതായത് ഒരു മനുഷ്യൻ നമുക്കറിയാം, ഒരു അരമണിക്കൂർ പോലും നമുക്ക് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പറ്റുമോ? അരമണിക്കൂർ പോയിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കൈ ഉയർത്തി പിടിച്ചു നോക്കിയേ.
കൈ കഴച്ചു പോവും. മോശ കൈ ഉയർത്തി പിടിച്ചിട്ട് കൈ വേദനിച്ച് കഴച്ച് വേദനിച്ചിട്ട് ഇപ്പുറത്തും അപ്പുറത്തും രണ്ടുപേരിൽ നിന്ന് കൈ ഉയർത്തി പിടിപ്പിച്ച് പ്രാർത്ഥിച്ച പിന്നെയാണ് ഇസ്രായേൽ ജനങ്ങള് വിജയിച്ചത്. അപ്പോ അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ സ്വാഭാവികമായ ശാരീരിക അവസ്ഥ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ലാതെ പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കൺസെപ്റ്റായി മാറുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. ദൈവം എല്ലാത്തിന്റെയും അധികാരിയാണെന്നുള്ളതും എല്ലാത്തിനും സൊല്യൂഷൻ ദൈവത്തിൽ മാത്രമാണെന്നുള്ള ഒരു അറിവിലേക്ക് മനുഷ്യർ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് എല്ലാത്തിനും എല്ലാ പ്രോബ്ലംസിനും സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കർത്താവിന്റെ കൈകളിലുണ്ട്. അതിനെന്ത് വേണം? ദൈവത്തിന്റെ കൈകളിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് 30-ാമത്തെ തിരുവചന ഭാഗമാണ്. യേശു വളരുകയും ഞാൻ കുറയുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, യേശു വളരുമ്പോ ഞാൻ ചെറുതാവുന്നുണ്ട്. ചെറുതാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ എന്താണെന്ന് ആദ്യം അറിയണം. എന്നിലുള്ള കുറവ് എന്താണെന്ന് അറിയണം. എന്നിലുള്ള കുറവുകൾ എങ്ങനെ നികത്താം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ കുറെ ചെറിയ ചെറിയ സൊല്യൂഷൻസ് ടിപ്സ് ആയിട്ട് നമുക്ക് തരും അല്ലെ. പണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ സ്നേഹിക്കാൻ ലോകത്തൊരു മനുഷ്യനും ഇല്ല എന്നുള്ള ഒരു വലിയൊരു തെളിവ് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ നമ്മള് ഒരു വ്യക്തിയാണ്, സാധാരണ ഒരു വ്യക്തിയാണ്. ദൈവം അത് അനുവദിക്കുന്നില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ എല്ലാവരും ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ആരാ ഇല്ലാത്ത എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് പറ്റിയതും എനിക്ക് തന്നവരെല്ലാവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യമായത് ദൈവം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് അന്ന് ഇന്നും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, ഈശോയോട് തല്ലുപിടിക്കാറുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും നമ്മള് ഒറ്റപ്പെടുമ്പോ തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. അത് അവരുടെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പം തന്നെ. നമ്മളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മള് ഇത്തിരി സ്നേഹം കിട്ടിയാൽ ഞങ്ങാട് ഓടും അല്ലെ. അപ്പൊ ഈ സ്നേഹം ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. കാരണം ചില കൊച്ചുങ്ങൾക്ക്, കുഞ്ഞു കൊച്ചുങ്ങളുണ്ടല്ലോ, അവര് ഈ വീടുകളിൽ ഇങ്ങനെ പടി കെട്ടും. ഒരു പ്രായമാകുമ്പോ നിരങ്ങാനൊക്കെ തുടങ്ങി കഴിഞ്ഞാല് പിന്നെ ഓട്ടമാണ്. അവര് കിട്ടിയ സമയത്തിന് അവര് ഓടും പുറത്തോട്ട്. അപ്പൊ എന്താണ്, ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. ആ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകാതിരിക്കാനായിട്ട് പിന്നെ പലക വെച്ച് അടിച്ചു വെക്കും 2 തട്ടായിട്ട്. പിന്നെ എന്ത് ചെയ്യും, ഇവര് അതുമ്മേ കയറി നിൽക്കും. നിന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ഓരോ സ്റ്റെപ്പും ചവിട്ടി കയറി ഇപ്പുറത്ത് കിടക്കും. എന്താണ്, ഇതുപോലെയാണ് മനുഷ്യന്റെ കാര്യം. നമ്മൾ എന്തോരം തടസ്സം വെച്ചാലും, നമ്മൾ എന്തോരം അവർക്ക് പോകാതിരിക്കാനുള്ള ഒരു ഉപാധി വെച്ചാലും അവർ ആ സമയമാകുമ്പോ ചാടിപ്പുറത്ത് കിടക്കും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യനും. എല്ലാവർക്കും എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം എന്നാ, കാരണം എന്നെ അംഗീകരിക്കണം, എന്നെ ബഹുമാനിക്കണം. പക്ഷെ ദൈവം അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ദൈവത്തിനെല്ലാം അറിയാലോ, എല്ലാവരുടെ ഹൃദയങ്ങൾ അറിയാം. പക്ഷെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ള വാക്ക് യേശു ഉപയോഗിക്കില്ലായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തതയോടെ തന്നെയാണ് യോഹന്നാൻ ശ്ലീഹയുടെ വചനത്തില് ഈ ക്ലാരിറ്റിയോടുകൂടി, അതായത് ദൈവത്തിന്റെ ഹൃദയം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം ആരാണെന്ന്, പിതാവിലേക്ക് എത്തണമെങ്കിൽ പിതാവ് അയച്ചവനെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഈ വിശ്വസിക്കുന്നില്ല, ഈശോയെ വിശ്വസിക്കുന്നില്ല. ഈശോയെ വിശ്വസിക്കാതെ പിതാവിലേക്ക് പോകാൻ എല്ലാവർക്കും തിരക്കാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണ് പ്രശ്നം? ഈശോ പിതാവായ ദൈവം അയച്ചവനെ വിശ്വസിക്കാതെ എങ്ങനെ പിതാവിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തും? അപ്പോ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ആൾ അത്ര ശരിയല്ല, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആളുടെ ചിന്തകള് നമ്മളുടെ ചിന്തകളായിട്ട് മാച്ച് ആവുന്നില്ല, ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പോ എന്താണ്, നമ്മള് അവിടെ തല ഉയർത്തി നിൽക്കുന്നോണ്ടാണ് മാച്ച് ആകാത്തത്. നമ്മുടെ ചിന്തയും ബുദ്ധിയും ഒക്കെ നമ്മൾക്ക് ഉചിതമായിട്ട് ന്യായീകരിച്ചും നീതീകരിച്ചും നമ്മുടെ തെറ്റുകള്
എക്സ്ക്യൂസും കാണിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ദൈവവചനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മാച്ചിങ് ആവാത്തത്, പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ കുറഞ്ഞു നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ദൈവിക അനുഭവം ഒരു ആരാധനയുടെ സമയത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അത്ര തൊട്ട് ജസ്റ്റ് ആ സെക്കൻഡുകൾക്ക് മുമ്പ് വരെയും പറഞ്ഞത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് എല്ലാവർക്കും വെറുപ്പാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വേണം, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ന്യായീകരിച്ചൊക്കെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഒരു ഒരു ദൈവീക ഇടപെടലിന്റെ ഒരു സെക്കൻഡ് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോ ആ അടുത്ത സെക്കൻഡ് ഞാൻ പറഞ്ഞു, ദൈവമേ ഇനി എന്നെ ആരും സ്നേഹിക്കണ്ടെന്നാ പറഞ്ഞത്. ആരും സ്നേഹിക്കണ്ട, കാരണം യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയാൻ ആ സെക്കൻഡുകൾ എനിക്ക് ധാരാളമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇനി ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കണം. കാരണം അന്ന് വരെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. അന്ന് വരെ ഞാൻ കൊടുക്കാത്തത് എങ്ങനെയാണ് തിരിച്ചു കിട്ടണത്? കൊടുക്കാത്ത സാധനം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ച് കാണിച്ചാലല്ലേ എന്റെ ഉള്ളില് സ്നേഹത്തിന്റെ ഒരു ഹൃദയം ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആദ്യം തീരുമാനം എടുക്കാൻ വേണ്ടി ദൈവം, അതായത് ഞാൻ പറഞ്ഞതല്ല, എന്റെ കുറവുകളാണ് എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കുവാൻ ദൈവം തന്ന ഒരു അനുഭവം. പിന്നെ ഈശോയോട് ഞാൻ പറഞ്ഞു, എന്നെ ഈശോയും സ്നേഹിക്കണ്ട, കാരണം എനിക്ക് ആ സ്നേഹത്തില് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കത്തിച്ച് ആമ്പലാക്കി ചാരമാക്കി കളയണ സ്നേഹം. നമുക്ക് മനുഷ്യന്റെ സ്നേഹവും പറ്റുന്നില്ല, ദൈവത്തിന്റെ സ്നേഹവും പറ്റുന്നില്ല. കാരണം നമുക്ക് ഒന്നില്ലെങ്കിൽ മനുഷ്യൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ വഞ്ചിക്കും, ദൈവം സ്നേഹിച്ച് നമ്മളെ ചാമ്പലാക്കി കളയും. ഇതിന്റെ മധ്യത്തിൽ കൂടി പോകണം നമുക്ക്, അല്ലേ? ഇത് ദൈവം സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സർവ്വശക്തിയുള്ള, അതായത് ദൈവത്തിന്റെ ഒരു കടുകുമണി സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ദഹിപ്പിച്ച് കളയുന്ന സ്നേഹം. അത് അങ്ങനെ തന്നെയാണ്. അതെങ്ങനെ സ്നേഹിച്ചാൽ അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷെ നമ്മള് മനുഷ്യരിലേക്ക് സ്നേഹം ആവശ്യപ്പെട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മള് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, പക്ഷെ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള വഞ്ചന നമ്മൾ നേരിടേണ്ടി വരും. ഇത് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പൊ എന്താണ്, നമ്മളെ തന്നെ തിരിച്ചറിവോടുകൂടെ ദൈവകരങ്ങളില് പൂർണ്ണമായും വിട്ടുകൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു അപകടം പിടിച്ച ആത്മീയതയായി മാറും. അതേസമയം ദൈവത്തിന്റെ കൈകളിൽ നമ്മുടെ ജീവനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാല് എന്താണ്, ഈ വചനം നമ്മളില് പ്രാക്ടിക്കലാവും. ഈശോ വളരുകയും, ഈശോ വളരുക എന്ന് പറഞ്ഞാൽ എന്താ, ഈശോയ്ക്ക് നമ്മളിലുള്ള സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യത്തിലും ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടിയായിട്ട്, അതായത് എന്ത് കാര്യം ആവശ്യപ്പെടുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ചെയ്യുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോഴും വിചാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഈശോ എന്താണ് പറയണ ഈ കാര്യത്തില്, ഈശോയ്ക്ക് താല്പര്യമുണ്ടോ, ഈശോയ്ക്ക് ആ കാര്യത്തില് എന്താ നിലപാട് എന്നുള്ളൊരു തീരുമാനം. നമുക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഈശോയ്ക്ക് എന്താണ് നിലപാട് എടുക്കുന്നത്, എന്താണ് അതിൽ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ അവസാനം, ദൈവഹിതം എന്നുള്ളൊരു വാക്ക് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അല്ലെ? പക്ഷെ നമ്മളത് പ്രാക്ടിക്കലി നമ്മള് വ്യക്തിപരമായി അത് നാട്ടുകാരോടും വീട്ടുകാരോടും ഞാൻ ഈശോയോട് ചോദിച്ചത്. ഇപ്പൊ പലരും ഇങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ പറയുമ്പോ ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാന്ന് പറയും. എന്താണ് പ്രാർത്ഥിച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഈശോ എന്താ ആഗ്രഹിക്കുന്നു, ഈശോ എന്താണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതെന്ന് ചോദിക്കട്ടെ എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് സ്വതന്ത്ര്യം ഇല്ല, നമുക്ക് ഒറ്റയ്ക്കൊരു സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അനുവാദം ഇല്ല, പൂർണ്ണമായിട്ട് അനുവാദം ഇല്ല. ഉണ്ടോ? അത് കുടുംബജീവിതത്തിൽ മക്കളാണെങ്കിലും നമുക്ക് ഒരു തരത്തിൽ സ്വാതന്ത്ര്യം ഇല്ല. മക്കളോട് ചോദിക്കണം, ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം, കുടുംബ ബന്ധങ്ങളോട് ചോദിക്കണം. അത് എല്ലാം ഭൗതിക തലത്തിലും ഇങ്ങനെ തന്നെയാണ്, ഡിപ്പെൻഡ് ആണ്. പക്ഷെ അതിന്റെ മുകളിൽ, അതായത് ഇവരോടൊക്കെ ചോദിക്കുന്ന ചിലപ്പോ ഇവരൊക്കെ പറയും ഓക്കെ അത് ചെയ്തോ എന്ന് പറയും. നമ്മളൊരു കാര്യം തീരുമാനിച്ച് നമുക്ക് ചിലപ്പോ ഭാവിയിൽ നല്ലതാണെന്ന് നമ്മൾ മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവരും പറയും അത് ഓക്കെ ആണ്,
ചെയ്തു, കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയും, എല്ലാവരും പറയും. പക്ഷെ ഈശോയോട് ചോദിക്കുമ്പോൾ പറയും ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ ശരിയാണ്, എല്ലാവരും ചെയ്തോ എന്ന് പറഞ്ഞു പിന്നെ ഈശോ മാത്രം എന്താണ് ചെയ്യരുതെന്ന് പറയണതിന്റെ കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാവരും കൈയൊഴിഞ്ഞളയും. അതെ അതെ അല്ലേ? അതെ ഒരാളും നമ്മുടെ കൂടെ നിൽക്കില്ല. അത് നീ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യാനാണ്, നശിപ്പിച്ചു കളഞ്ഞില്ലേ, നന്നാക്കിയെടുക്കാനായിട്ട് അവർ സഹായിക്കുമില്ല, ഉള്ളത് കൂടി നശിപ്പിക്കാനും മനോവീര്യവും ശാരീരികമായ ശക്തിയും ഭൗതികമായ മേഖലകളെല്ലാം ഒരു നിരാശയുടെ ദുരാത്മാവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ കൈയൊഴിഞ്ഞു കളയും. അതെ അതെ എല്ലാവരും കൈയൊഴിഞ്ഞു കളയും. അപ്പൊ എന്ത് പറ്റും? എന്ത് വേണം? നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് അത് ഹൃദയപൂർവ്വം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ഇപ്പൊ ഇന്നലെ എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു, പറയാൻ നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് പറയാം. ഇന്നലെ നമ്മുടെ സൂം എക്സ്പയർ ആയതായിരുന്നു. അപ്പം സത്യത്തിൽ ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയത്. നമുക്കൊരു ടൈമിൽ മാത്രമേ ഉള്ളല്ലോ. രാവിലെ 11 മണിക്കാണെങ്കിലും 2 പ്രാവശ്യം സൂം കട്ടായി. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, തിങ്കളാഴ്ച എന്തായാലും പ്രയർ മുടക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ചെയ്തേനെ. പക്ഷെ ഞാൻ അതിന്റെ പുറകിൽ ഞാനും വേറൊരു ബ്രദറും കൂടി മണിക്കൂറോളം അതിനു വേണ്ടി ചെലവാക്കി. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല, അത് സക്സസ് ആകുന്നില്ല. അത് നമ്മൾ പേയ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല. എന്തോ ഒരു ബ്ലോക്കായി കിടക്കുന്നു, ഒരുപാട് എമൗണ്ട് കയറി വരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, പിന്നെ ഞാൻ ഒരുപാട് വൈകി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനും കൂടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ബ്രദർ എന്താന്ന് ചെയ്തിട്ട് എനിക്കത് റെഡിയാക്കി തരണേ, കാരണം തിങ്കളാഴ്ചത്തേക്ക് നാളത്തേക്ക് എന്തായാലും എനിക്ക് സും വേണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി തന്നെ പേയ്മെന്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആശ്വാസമായി. അപ്പൊ നമ്മൾ പിന്നീട് അത് പേയ്മെന്റ് കൊടുക്കണം പുള്ളിക്ക്. പുള്ളി അത്രയും സമയവും ചെലവാക്കിയെന്ന് മാത്രമല്ല, അതുപോലെ മണിക്കൂറോളം ഞാൻ എന്താണ് വീഡിയോ കോൾ വാട്സപ്പ് ചെയ്തിട്ട് എന്റെ ഫോൺ പഴുത്ത് ചൂടായി. ഫോൺ നെറ്റ് ഓൺ ചെയ്തിട്ട് മണിക്കൂറോളം ഉപയോഗിച്ചിട്ട് ഫോൺ ചൂടായി. അത്രയും സമയം ചെലവാക്കി, എന്നിട്ടും അത് ശരിയാണില്ല, എന്തോ ഒരു തടസ്സം. അപ്പൊ പിന്നെ എനിക്ക് തോന്നി, ഇത്രയും പ്രെയർ ഒക്കെ ചെയ്യുന്നതല്ലേ, നമ്മളൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ 9 മണിക്കൂറോളം പല സെക്ഷനിലായിട്ട് ഈ സൂമിൽ തന്നെ പല പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. അപ്പൊ പിന്നെ പിശാച് വെറുതെ ഇരിക്കുവോ? അവന് കിട്ടിയ അവസരം പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ ഇത് അങ്ങോട്ട് ഒരു ദിവസമെങ്കിലും മുടങ്ങി അത്രയും അവന് സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനപ്പോ പ്രാർത്ഥിച്ചു, ദൈവമേ, അത് മുടങ്ങാതിരിക്കാനായിട്ട് എന്താ തടസ്സമെങ്കിൽ മാറ്റി തന്നെയാണ്. അപ്പൊ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും പുള്ളി പറഞ്ഞു, പിന്നെ ഞാൻ കുറെ നേരം കഴിഞ്ഞ് വിളിച്ചപ്പോ ശരിയായി വെച്ചു, ഇല്ല ശരിയായില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്, പ്രാർത്ഥിക്കണം, കാരണം നമ്മള് ഇതാണ് പ്രശ്നം, നാളെ പ്രെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, അതുകൊണ്ട് അതാണ് പ്രതിസന്ധി. അപ്പൊ അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഓക്കെ ആയിരുന്നു പറഞ്ഞു. കണ്ട എമൗണ്ട് ഒരു 15,000 രൂപയാണ് കണ്ടത്. പക്ഷെ പിന്നെ കണ്ടത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ടിൽ തന്നെ നമുക്കത് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അപ്പം എല്ലാത്തിനും, അതായത് നമ്മളെ ഇങ്ങനെ മുൾമുനയെ കൊണ്ട് നിർത്തി. കാരണം എനിക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്ന എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇതായിരുന്നു, കാരണം ഒരു ദിവസം പ്രെയർ ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞ പിശാചിന് നമ്മളെ ശരിക്കും നിരുത്സാഹപ്പെടുത്താൻ. പിന്നെ നമ്മൾ 2 ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതിനോടുള്ള ആ ഒരു ആധികാരികമായ താല്പര്യം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവന്റെ ആവശ്യങ്ങൾ, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും, പിന്നെ ഒരു രണ്ടാം കിട അവസ്ഥയിലേക്ക് ഈ പ്രാർത്ഥനാ സമയങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ 1-ാം സ്ഥാനം കൊടുത്തു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യം, അതായത് ദൈവത്തിന് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും വിജയം ദൈവം നടത്തിത്തരും. ഇത്തിരി ബുദ്ധിമുട്ടും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തിത്തരും. അങ്ങനെ ഇതിന്റെ കാര്യം അങ്ങനെ കഴിഞ്ഞപ്പോ, പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഒരു 10-10:30 ആയപ്പോ ഞാൻ കിടന്നു. പെട്ടെന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് കിടന്നുറങ്ങിപ്പോയി. പക്ഷെ 1:30 വരെ എന്നോട് പിശാച് യുദ്ധം ചെയ്യണായിരുന്നു. കുറെ പിശാചുക്കൾ വന്നിട്ട്
എന്നെ ആക്രമിക്കുകയാണ്. ഭയങ്കര ആക്രമണം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആക്രമണമാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ആക്രമിക്കുകയാണ്. എന്താണ് അവര് പറഞ്ഞു വന്നതെന്ന് പോലും എനിക്ക് വ്യക്തമല്ല. പക്ഷെ എന്റെ നേരെ ഭയങ്കരമായിട്ട് ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഓരോ സ്ഥലത്തു നിന്നും. ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു സഹായം, അത് പച്ചയായ യുദ്ധം, ഒരു യുദ്ധമാണ്. അതാണ് ഒരു വശത്ത് കുറെ ആൾക്കാര്, ഈ വശത്ത് ഞാൻ ഒറ്റക്കാണ് ഈ യുദ്ധം ചെയ്യുന്നത്. ഭയങ്കര, ഞാൻ ഇത് ശരിക്കും ആണോ സ്വപ്നമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അത്രയും ലൈവായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിന് നിൽക്കുന്നത്. ഓരോ സെക്കൻഡും ഞാൻ അവരോട് ഭയങ്കര ഷൗട്ട് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഷൗട്ടിന്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടാണ് ഈ ഷൗട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കുമ്പോ എല്ലാം ഒന്ന് ശാന്തമായി കെട്ടടങ്ങുന്ന സമയത്ത് ഞാൻ ക്ലോക്ക് നോക്കുമ്പോൾ 1:30 അത്രയും സമയം എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും നീണ്ട സമയത്ത് ഒരു യുദ്ധം നടക്കാനായിട്ട് എന്താണ് അതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, നമ്മള് ചെയ്യുന്ന ഈ ഒരു ഉദ്യമം, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പിശാചിന് ഇത്രമാത്രം വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഇന്നലെ ശരിക്കും മനസ്സിലാക്കി. അതായത് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നതിന്റെ കാര്യം, നമ്മള് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. നമ്മള് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പില് അത്രമാത്രം ചെറുതായി ഇരുന്നാലും മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇന്നലെ അതുപോലെ വേറൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിനെ അതിജീവിക്കാനായിട്ട് എനിക്ക് സംസാരിക്കാൻ എന്റെ വാ തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ തന്നെ ഈശോ തന്ന ഒരു വചനഭാഗം, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും ഓർത്തു, പ്രാർത്ഥന ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് പ്രതിസന്ധി കൂടി വരണത്. അപ്പോഴും എന്താണ്, ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഇരിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ മുമ്പില് നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സമയവും ആർക്കാണ് വെല്ലുവിളി? പിശാചിനാണ് വെല്ലുവിളി. നമ്മളറിയും പിശാച് ദൈവം എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ ഇതിന്റെ വലിപ്പവും അതിന്റെ ശക്തിയും ഒക്കെ നമുക്ക് ഇവിടെ എത്ര പറഞ്ഞാലും നമ്മുടെ തലച്ചോറിൽ ഒരു നിസ്സാരമായ ഒരു സംഭവമായിട്ടേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് ഈ ആത്മീയ യുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റു യുദ്ധങ്ങളെക്കാൾ വളരെ ശ്രദ്ധ വേണം. ഇപ്പൊ രാജ്യത്തിന്റെ എതിരെ യുദ്ധം ചെയ്യുന്ന പോലെയല്ല പിശാചും ഒരു ആത്മാവും തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. അത് ഭയങ്കര യുദ്ധമാണ്, അത് നല്ല യുദ്ധമാണ്. അത് രാജ്യത്തിന് ജയിക്കാൻ സാധിക്കും, പക്ഷെ ആത്മാവിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ പുറകിലൊരു ശക്തി ഉണ്ടാവണം സഹായമായിട്ട്, അല്ലെ? ഒരു ആത്മാവിന് സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ കൂടി ഓടുന്ന രക്തം നമ്മൾ എപ്പോഴെങ്കിലും രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നു എന്നല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ശരീരത്തിലേക്ക് രക്തമോ ഓക്സിജനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കുറച്ച് ഫുഡ്, അതും പകുതി പ്രോട്ടീനോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്താണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ നമ്മൾ കഴിക്കുന്നത്? ഇന്ന് കിട്ടുന്ന ഫുഡ് മുഴുവനും വിഷമാണ്, അല്ല? അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ദിവസവും കൂടുതലായിട്ട് ആഗീകരണം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വിഷമാണ്. നമ്മുടെ ശരീരം നമ്മള് തന്നെ വിഷം കൊടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മരുന്നായിട്ടും ഭക്ഷണമായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. പിന്നെ നമ്മൾ ഇത്ര അഹങ്കരിക്കാൻ എന്താ കയ്യിലുള്ളത്? നമ്മളുടേതാന്ന് പറയാനായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല, ഒരു ചുക്കുമില്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ ശരീരത്തെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്ര തലപൊക്കി ഉയർത്തി അഹങ്കരിക്കുന്നത്? എന്താന്ന് വെച്ചാല് എന്താണ്, ഈ ലോകം തരുന്ന ചിന്തയും ബുദ്ധിയും കൂടി നമ്മൾ അങ്ങനെ അങ്ങോട്ട് തലപൊക്കി ഉയർത്തി നിൽക്കുകയാണ്. ഒരു വസ്തുവും നമ്മുടെ ആത്മാവിനോ ശരീരത്തിനോ നമ്മൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നില്ല. എന്നിട്ടും നമ്മൾ ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വളർച്ച കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വം നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈശോയുടെ യഥാർത്ഥ
സ്നേഹത്തിന്റെ ഒരു അംശത്തിന്റെ ഏറ്റവും ചെറിയൊരു അംശം എന്റെ ആത്മാവിലേക്ക് ഇങ്ങനെ തറഞ്ഞു കയറിയപ്പോ പിന്നെ ഞാൻ സെക്കൻഡ് പറഞ്ഞത്, ഇനി എന്നെ ആരും സ്നേഹിക്കല്ലേ, എനിക്ക് ആരുടെ സ്നേഹം വേണ്ട, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണേ, അത് മാത്രം മതി എന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കാതെ നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവില്ല. ഇതാണ് ഈ താഴത്തേക്ക് നോക്കണം നമ്മുടെ അവസ്ഥ. ആത്മാവിന്റെ ദുരിതാവസ്ഥയിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് ഒറ്റക്ക് പറ്റില്ല. അപ്പോഴും നമുക്ക് ഒറ്റക്ക് പറ്റില്ല. അവിടെയും ദൈവത്തിന്റെ സഹായം വേണം. ഇവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. അതായത് യേശു വളരണമെങ്കിൽ ഞാൻ കുറഞ്ഞിരിക്കണം, ഏറ്റവും നിസ്സാരയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് അടിക്കടി വളരാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷണങ്ങളിലും ഞാൻ എല്ലാ ദിവസവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കാൻ എല്ലാ മക്കളെയും ഈശോ സഹായിക്കട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി